ഹായ്, ഞാനിന്ന് ഞങ്ങളുടെ ഉദയനാപുരം കൃഷിഭവനിൽ നിന്ന് നമുക്ക് പച്ചക്കറി വിത്തുകൾ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ തക്കാളിയാണ് ഏറ്റവും നന്നായിട്ട് വന്നത്. തക്കാളിയുടെ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തക്കാളി ഇനിയിപ്പം നമുക്ക് തത്തയുള്ള കാരണം പഴുത്ത് വരുമ്പോൾ തന്നെ ഈ തത്തകൾ വന്നിതെല്ലാം തിന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ചെറിയതായിട്ട് പഴുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുക്കുവാണ്. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. തത്ത കഴിക്കത്തുമില്ല, അത് കൊത്തി താഴെയിട്ടൊക്കെ പോകും. അങ്ങനെ തക്കാളി വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തൈകളൊക്കെയാണ് കിട്ടിയത്. ധാരാളം ഇഷ്ടംപോലെ തക്കാളിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ചെറിയ രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നടുവാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത നല്ല പച്ചക്കറി കൂട്ടാനായിട്ട് സാധിക്കും. ഒരു അല്പസമയം നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ടാൽ മതി. നമുക്ക് വിഷാംശമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികൾ ലഭിക്കാനായിട്ട് സാധിക്കും. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വിഷരഹിത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാനായിട്ട് ബാക്കിയുള്ളവരെ കൂടി അത് തന്നെ അതിന്റെ മോള് പറഞ്ഞതാണ്. ബാക്കിയുള്ളവർക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ എന്നോർത്താണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി കൃഷികൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ചെറിയ സ്പേസിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കൃഷിക്കാര്യങ്ങൾ, ഒരുപാട് പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ പച്ചക്കറി തോട്ടം പോലൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സാധനം കൂടി അന്ന് അതിന്റെ കൂടെ വഴുതന കിട്ടിയിരുന്നു. വഴുതന ഇപ്പൊ കായായി വരുന്നു. അന്ന് അവിടുന്ന് കിട്ടിയതാണ്. നല്ല ഇനം വഴുതനയാണ്. വഴുതന കായായി വരുന്നുണ്ട്. ഒരെണ്ണം ഉണ്ടായിട്ട് ഞാനിവിടെ വിറ്റിലെടുക്കാനായിട്ട് ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളകിന് പൂവായിട്ടുണ്ട്. പച്ചമുളകും ഉണ്ടായിട്ടുണ്ട്. ഇതോ നല്ല എരിവുള്ള സൈസ് പച്ചമുളകാണ്. ഇങ്ങനെ കുറച്ച് പച്ചമുളക് ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആണെങ്കിൽ പുതുതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.